നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വിപണിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാരം കൂടിയാണ് കടന്നുപോയത്. ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടായി. സെൻസെക്സ് ആദ്യമായി 29,000 മറികടന്നു. കഴിഞ്ഞ 6 ദിവസമായി തുടർച്ചയായ ഒരു മുന്നേറ്റമാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത്. വെള്ളിയാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ നിർണായകമായ സാമ്പത്തിക ഉത്തേജന പ്രഖ്യാപനങ്ങളും വിപണിക്ക് ഗുണം ചെയ്തു. ആഗോള തലത്തിൽ തന്നെ വിപണികൾക്കെല്ലാം തന്നെ ഇത് നേട്ടമാകുന്നതാണ് നമ്മൾ കണ്ടത്. പുതിയ ഉയരത്തിലേക്ക് സെൻസെക്സും നിഫ്റ്റിയും എത്തിയ ഒരു വാരമാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ബജറ്റ് പ്രതീക്ഷകൾ വളരെ വലുതായി തന്നെ ഇപ്പോഴും തുടരുന്നു. ഒപ്പം തന്നെ മികച്ച റിസൾട്ടുകളും കമ്പനികൾ പ്രഖ്യാപിക്കുന്നു. ഇതെല്ലാം പൊതുവെ അനുകൂല ഘടകങ്ങളായി തന്നെ വിപണിയിൽ തുടരുന്നു എന്നതാണ് ശ്രദ്ധേയം. മാർക്കറ്റ് വാച്ച് പരിശോധിക്കുന്നതും ഈ വാരത്തിന്റെ ക്ലോസിംഗും ഒപ്പം തന്നെ അടുത്ത വാരത്തിന്റെ സാധ്യതകളും. അതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു. ഭുവനേന്ദ്രൻ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസിംഗ് തന്നെ ഈ വീക്കും ഉണ്ടായിരിക്കുന്നു. പുതിയ ഉയരത്തിലേക്ക് നിഫ്റ്റിയും സെൻസെക്സും എത്തി. വലിയ കോൺഫിഡൻസ് വിപണിയിൽ ഇപ്പോഴും തുടരുന്നു. ഒന്ന് അഭിലാഷ് പറഞ്ഞല്ലോ, യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ 1 ട്രില്യൺ യൂറോയുടെ സ്റ്റിമുലസ് തന്നെയാണ്. അതുപോലെ ഈ വീക്കിൽ വന്ന യുഎസിന്റെ ബെറ്റർ എക്കണോമിക് ഡാറ്റ, ഇത് രണ്ടുമായിരുന്നു ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ വളരെ ഷാർപ്പായുള്ളൊരു ഗെയിൻ ഉണ്ടായി. അതിന്റെ ആ ഒരു ഗെയിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും കണ്ടു. അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് കട്ടിന് ശേഷം ഒരു മൊമെന്റം, വളരെ പോസിറ്റീവായിട്ടുള്ള മൊമെന്റം ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്നിരുന്നു. അതുപോലെ ഇന്ത്യയുടെ എക്കണോമിക് വളരെ ബെറ്റർ ആയിട്ടുള്ള എക്കണോമിക് സിറ്റുവേഷൻ, അതിനോടൊപ്പം തന്നെ FISന്റെ വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ, വീണ്ടും FIS ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ആക്റ്റീവായി തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് മാർക്കറ്റ് ഇത്രത്തോളം 29,000ലേക്ക് സെൻസെക്സ് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. അതോടൊപ്പം വന്നിരിക്കുന്ന റിസൾട്ടുകളൊക്കെ തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. ITCയും ഹിന്ദുസ്ഥാൻ യൂണിലിവറും മാത്രം മാർക്കറ്റിന്റെ പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചാൽ കോട്ടക് മഹീന്ദ്ര പോലെയുള്ള ബാങ്കുകളൊക്കെ മാർക്കറ്റിന്റെ പ്രതീക്ഷ നിലനിർത്താൻ സാധിച്ചു. എന്നാൽ ഒരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഓവറോൾ ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതുപോലെ ഗ്ലോബൽ ന്യൂസുകൾ, നെക്സ്റ്റ് വീക്ക് വീണ്ടും ഗ്രീക്കിന്റെ ഇലക്ഷൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബൽ ന്യൂസുകളൊക്കെ തന്നെ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓവറോൾ ഷോർട്ട് ടൈം മാർക്കറ്റിന്റെ റിസ്ക് നിലനിൽക്കുന്നു. കാരണം വലിയൊരു ഹയർ വാല്യൂവിൽ മാർക്കറ്റ് നിൽക്കുന്നു. അത് ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് മാർക്കറ്റ് ഇപ്പോഴും ഈ ഹയർ വാല്യൂവിൽ മൂവ് ചെയ്യുന്നത്. അതോടൊപ്പം വളരെ ആക്റ്റീവായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് സൈഡിൽ നിൽക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. ഓവറോൾ മാർക്കറ്റിന്റെ മൊമെന്റം വളരെ പോസിറ്റീവ് തന്നെയാണ്. വിപണി ഈ പുതിയ ഉയരത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം സാധാരണ നിക്ഷേപകർ അത്തരം ഒരു പാർട്ടിസിപ്പേഷൻ എത്രത്തോളം വിപണിയിലുണ്ട്? റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ വാല്യുവേഷനിൽ വന്നിരിക്കുന്ന ഒരു ഇൻക്രീസ് ഉണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിപ്പോഴും കാണുന്നത്. മുമ്പൊക്കെ മാർക്കറ്റ് വളരെ ആക്റ്റീവായിട്ടുള്ള മൂവ് വരുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഡയറക്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വളരെ കുറവാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ കുറവാണ്. അതേസമയത്ത് ഇൻഷുറൻസ് കമ്പനി ത്രൂ, മ്യൂച്വൽ ഫണ്ട് ത്രൂ വലിയൊരു ഫണ്ട് ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് വന്നിരുന്നു. നമുക്കറിയാം 2005 to 2008 വരെയുള്ള മാർക്കറ്റിന്റെ ഒരു ബൂം, അത് ഇൻഷുറൻസ് കമ്പനികളുടെ കാലമായിരുന്നു, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ കാലമായിരുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ പോലും വലിയ കളക്ഷൻ നടന്നു. ഈ പൈസ ഫണ്ടൊക്കെ വന്നതും ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് തന്നെയായിരുന്നു. അപ്പോൾ അതിനൊരു വലിയ കുറവ് സംഭവിച്ചു. മ്യൂച്വൽ ഫണ്ടിന്റെ കളക്ഷൻ കുറവാണ്. അതുപോലെ ഇൻഷുറൻസ് കമ്പനികൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവാണ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രത്തോളം ആക്റ്റീവ് അല്ലാത്തത്. LIC മാത്രമാണ് ആക്റ്റീവ് ബൈയിങ് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇപ്പോഴും വളരെ കുറവാണ്. കാരണം ഇന്നും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെ നേരത്തെ ഈ ഒരു റാലിയിൽ ഇപ്പോൾ എത്രത്തോളം ആളുകൾ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. റീറ്റെയിലേഴ്സിന്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് വാല്യൂഷൻ അത്രത്തോളം ഹയർ വാല്യൂയിലേക്ക് വന്നിട്ടില്ല. റിലയൻസ് കമ്മ്യൂണിക്കേഷനും റിലയൻസ് പവറും NTPC, IDBI പോലെയുള്ള സ്റ്റോക്കുകൾ എത്രയോ ആളുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോഴും ഇത്രത്തോളം മാർക്കറ്റ് ഹയർ വാല്യൂയിലേക്ക് വന്നപ്പോഴും ഈ സ്റ്റോക്കിലൊന്നും വലിയ മൂവ് നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇത് എപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സ് മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടിയോ എന്ന് ചോദിച്ചാൽ ആക്റ്റീവായി പുതിയ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് അത്ര ശക്തമായിട്ടൊന്നും വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്കൊന്ന് കുറച്ചുകൂടെ മാർക്കറ്റ് ഹയർ വാല്യൂയിലേക്ക് ഒന്ന് ബജറ്റിനൊക്കെ ശേഷം കൂടുതൽ
പാർട്ടിസിപ്പേഷൻ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികളും മ്യൂച്വൽ ഫണ്ടൊക്കെ ആക്റ്റീവ് ആകാം. പുതിയ ഫണ്ടുമായിട്ട് അവർ വരാം. അതുപോലെ പ്രൈമറി ഇഷ്യൂ നമ്മളിപ്പോൾ കാണുന്നേ ഇല്ല. അപ്പോൾ ഇതൊക്കെയെല്ലാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നത് സൈൻ എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറവ്, അത് വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ വാല്യൂവിൽ വന്ന് മീഡിയ വളരെയധികം പബ്ലിസിറ്റി കൊടുക്കുന്നൊരു സമയത്ത് മാത്രമേ ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുകയുള്ളൂ. ഇപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ആക്റ്റീവ് അല്ലാത്തതിൻ്റെ റീസൺ അവരുടെ കയ്യിൽ പോലും ഫണ്ടില്ല എന്നുള്ളതാണ്. കാരണം മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ തന്നെ വലിയ തിരിച്ചടി നേരിട്ടു. അത് ഇൻഷുറൻസ് കമ്പനി ത്രൂ, മ്യൂച്വൽ ഫണ്ട് ത്രൂ, സ്പെക്കുലേഷൻ ത്രൂ, ഇതൊക്കെ തന്നെ ഒരു ഹ്യൂജ് ലോസ് ബെയർ ചെയ്ത ആളുകളാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ സ്മാർട്ടായിട്ടുള്ള നല്ല സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റും അതും പേഷ്യൻസോടുകൂടി, നമുക്കറിയാം കഴിഞ്ഞ 6 വർഷമായിട്ട് ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം തന്നെയാണ്. അതൊരു ഒരു റൈഡ് കൂടിയോ ഒരു 6 മാസം കൊണ്ടോ മറക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് അതിൽ വലിയൊരു വാല്യുവേഷനിലേക്ക് വരുമ്പോഴും അങ്ങനെ ആ സ്റ്റോറി വളരെയധികം സ്പ്രെഡ് ചെയ്യുമ്പോഴും മാത്രമേ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുകയുള്ളൂ. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സമയമെടുക്കും ഈ ഒരു റീറ്റെയിലേഴ്സ് വളരെ ആക്റ്റീവായി ഇന്ത്യൻ മാർക്കറ്റിൽ വരാൻ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്ന എല്ലാവരും തന്നെ, കാരണം നമ്മളെ സംബന്ധിച്ച് വളരെ എല്ലാം പോസിറ്റീവാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. കാരണം ഇന്ത്യ ഒരു കുതിപ്പിന് തയ്യാറെടുക്കുക തന്നെയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അത് ത്രൂ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ്. അത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ബാങ്ക് ആകാം, നമ്മൾ ഓടിക്കുന്ന കാറാകാം, ഏത് സ്റ്റോക്കാണ്. ചെറിയൊരു എക്സ്പോഷർ, അത് SIP മോഡലാണെങ്കിലും ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റീറ്റെയിലേഴ്സിന് ആവശ്യമാണ്. ബാങ്ക് ഡെപ്പോസിറ്റോ ചിട്ടിയോ മാത്രമല്ല, ലാൻഡോ മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഇക്വിറ്റിയും ഇതിൻ്റെ ഒരു പാർട്ടാണെന്ന് ആളുകൾ മനസ്സിലാക്കുകയും അവരുടെ മുന്നിൽ കാണുന്ന ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ HDFC എടുക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ആണെങ്കിലും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും, സിൻഡിക്കേറ്റ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനെ എത്രയോ സ്റ്റോക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. മാരുതി കൊടുത്തിരിക്കുന്ന റിട്ടേൺ ഒക്കെ ഹ്യൂജ് റിട്ടേൺ. അപ്പോൾ റീറ്റെയിലേഴ്സ് അങ്ങനെയുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വരികയും അവർ സ്പെക്കുലേറ്റ് ചെയ്യാതെ ആ സ്പെക്കുലേഷനിൽ നിന്നുള്ളത് അവരുടെ ബ്ലഡിൽ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ റീറ്റെയിലേഴ്സിന് തീർച്ചയായിട്ടും ഇന്ത്യൻ ഇക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്തൊരു 10 വർഷത്തേക്ക് കൊടുക്കാൻ പോകുന്ന റിട്ടേൺ, അതല്ലെങ്കിൽ അടുത്തൊരു 3 yearsന് കൊടുക്കാൻ പോകുന്ന റിട്ടേൺ തീർച്ചയായിട്ടും അത് മൾട്ടി ഫോൾഡ് റിട്ടേൺ തന്നെയായിരിക്കും. ഇപ്പോൾ ഷോർട്ട് ടൈം നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു മിനിസ്ട്രിയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് വരികയാണ്. കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാകാം. ആ പ്ലാൻ തന്നെയാണ്, അതിൽ കൂടുതൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതിൻ്റെ ഒരു റൈഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 3rd quarter റിസൾട്ട് വളരെ ബെറ്ററാണ്. അതിൽ RBIയുടെ റേറ്റ് കട്ട് തീർച്ചയായിട്ടും ഈ ഒരു വർഷം വളരെ ഷാർപ്പായിട്ടുള്ളൊരു കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഇപ്പോഴും മാർക്കറ്റിൻ്റെ റൈഡിനുള്ളൊരു പ്രധാന റീസൺ. അപ്പോൾ റേറ്റ് കട്ട് വരണം, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വരണം. കാരണം വളരെയധികം കമ്പനികൾ ഹ്യൂജ് ഡെറ്റിൽ നിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ബേർഡൻ എന്ന് പറയുന്നത് വലിയൊരു ബേർഡൻ തന്നെയാണ്. അതുപോലെ പുതിയ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ബാങ്ക് വായ്പകൾ, ഇതൊക്കെ തന്നെ കോസ്റ്റ്ലി ആയി വരുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് കുറയും. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് RBI എടുക്കുന്ന മെഷേഴ്സും സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സൊക്കെ തന്നെ. തീർച്ചയായിട്ടും മോഡി എടുക്കുന്ന ഓരോ എഫേർട്ടും അത് പ്രാക്ടിക്കലായിട്ട് ഇന്ത്യയുടെ ഓവറോൾ ഗ്രോത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പോവുമായിരിക്കും. അത് റീറ്റെയിലേഴ്സിന് അതിന് ബെനിഫിറ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇക്വിറ്റി മാർക്കറ്റിൽ ആവശ്യമാണ്. അത് ത്രൂ മ്യൂച്വൽ ഫണ്ട് ആണെങ്കിലും ത്രൂ ഡയറക്റ്റ് ഇക്വിറ്റി ആണെങ്കിലും നല്ലത് തന്നെയാണ്. ഒരുപക്ഷെ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളൊന്ന് RBIയുടെ റിവ്യൂവും അതിനുശേഷം വരാനിരിക്കുന്ന February 29 കേന്ദ്ര ബജറ്റുമാണ്. ഈ ബജറ്റ് സംബന്ധിച്ച ഒരു റാലി വിപണിയിൽ എത്ര നാൾ നിൽക്കാം? പ്രീ ബഡ്ജറ്റ് റാലി തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതൊരു 9000 മുകളിലേക്ക് നിഫ്റ്റിയെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പ്രീ ബഡ്ജറ്റ് കറക്ഷൻ, ഇപ്പോൾ ഈ കറക്ഷൻ വരാനുള്ള റീസൺ, ഇപ്പോൾ ഗ്രീക്കിൻ്റെ ഇലക്ഷൻ നടക്കുന്നു, ഇപ്പോൾ 1 trillion യൂറോയുടെ സ്റ്റിമുലസ് വന്നു, ഇതിൽ നിന്ന് ഏതെങ്കിലും വിഡ്രോവൽ അല്ലെങ്കിൽ ഗ്ലോബലി ഏതെങ്കിലും വരുന്ന നെഗറ്റീവ് ന്യൂസുകളൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. FISൻ്റെ വിഡ്രോവലും ആ സമയത്ത് വരാം. അത് മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു കറക്ഷനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ തന്നെയാണ് മാർക്കറ്റിനെ ഇപ്പോഴും ഈ ഒരു ഹയർ വാല്യൂവിൽ നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ അത് തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഇനി കത്തുകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. പ്രേക്ഷകരുടെ കത്തുകളിലേക്ക് കടക്കുന്നു. ശ്രീ ജോർജിന്റെ കത്താണ് ഏറ്റവും ആദ്യം. അദ്ദേഹത്തിന് അറിയേണ്ടത് റസോയ പ്രോട്ടീനെ കുറിച്ചാണ്. ഈ സ്റ്റോക്കിന്റെ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ദീർഘനാളായി വിപണിയിലുണ്ടായിരുന്നു, ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ സത്യം കമ്പ്യൂട്ടേഴ്സ്, യൂണിടെക് തുടങ്ങിയ സ്റ്റോക്കുകളിൽ നിന്നും അദ്ദേഹത്തിന് നഷ്ടമുണ്ടായ കാര്യവും അദ്ദേഹം ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ല, സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒരു നഷ്ടമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റും ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു സമയം തന്നെയായിരുന്നു സത്യം കമ്പ്യൂട്ടറിൻ്റെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അത് ഇൻവെസ്റ്റേഴ്സിന് വലിയ നഷ്ടമൊന്നും നൽകിയിട്ടില്ല.
അതേസമയത്ത് യൂണിടെക് സെയിം സ്റ്റോറിയാണ്. അത് ആ സെക്ടറിൽ വന്നിരിക്കുന്ന വലിയൊരു സെൽ ഓഫ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു ഹയർ ലെവൽ നിൽക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, മാർക്കറ്റിൽ വലിയൊരു ബൂം, റിയൽ എസ്റ്റേറ്റ് ബൂമൊക്കെ തന്നെ ഈ റിയാലിറ്റി സ്റ്റോക്കിലൊക്കെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അറസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജയിലിൽ പോക്ക്, ചന്തയിടി, ഇതൊക്കെ തന്നെ ഈ സ്റ്റോക്കിനെ വളരെയധികം എഫക്റ്റ് ചെയ്തു. ഇപ്പോഴും ഒരു വലിയൊരു ഹ്യൂജ് ഡെറ്റ് യൂണിടെക്കിനെ സംബന്ധിച്ചത് ഹോണ്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത്. വാല്യുവേഷൻ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ്. ഒരു ബെറ്റ് എന്നുള്ള രീതിയിൽ ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ രാസോയ പ്രോട്ടീനെ കുറിച്ചാണ്. ഒരു ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല, കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നു. ഇപ്പോഴും 80 പൈസയുള്ള ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ആ റിസ്ക് അദ്ദേഹം എടുത്ത് ഒരു ലോട്ടറി എടുക്കുന്നത് പോലെ, ഞാനിപ്പോഴും പറയുന്നതാണ്, ആ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അത് 20 റുപ്പീസിന് അതിൻ്റെ ഒരു ഡ്രോപ്പ് വന്നിരിക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു റിക്കവറി വരികയാണെങ്കിൽ ചിലപ്പോൾ അതൊരു ഷാർപ്പായിട്ട് തിരിച്ചു വരാം. പിന്നെ ഈ സ്റ്റോക്കിനൊക്കെ പുറകെ പോകുന്നതിലുപരി നല്ല സ്റ്റോക്കിലേക്ക് പോകും. ഇപ്പോഴും പഴയ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ ബ്രീഫ് കേസിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു കുറേയധികം സ്റ്റോക്കുകൾ കാണാം. സിൽവർ ലൈനും ഈ പറഞ്ഞ പല സ്ക്വയർഡി സോഫ്റ്റ്വെയറും, ഗ്ലോബൽ ടെലി സിസ്റ്റം, ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് പോലെയുള്ള, അതുപോലെ നമ്മളറിയാത്ത എത്രയോ സ്റ്റോക്കുകൾ അത് പബ്ലിക് ഇഷ്യൂവിന് വന്നതും ടിപ്സിന് പുറകെ പോയിട്ടും സംഭവിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കം ആളുകൾ അടുത്ത് മാത്രമേ ഡോക്ടർ റെഡ്ഡീസും, ഹിന്ദുസ്ഥാൻ യൂണിലിവറും, അല്ലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ തന്നെ. അപ്പോൾ ആളുകളുടെ ടോട്ടൽ കൺസെപ്റ്റേ മാറണം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. സ്റ്റോക്കിൻ്റെ വാല്യൂ നോക്കി അതിൽ 1 രൂപയോ 2 രൂപയോ 5 രൂപയോ എന്നതിലുപരി അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് പഠിക്കുക. നമ്പർ ഓഫ് ഷെയർസ് കുറേ മേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സ്റ്റോക്ക് പോലും നമുക്ക് മേടിക്കാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഡോക്ടർ റെഡ്ഡീസ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് ടോട്ടലി മാറേണ്ട സമയം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു രാസോയ പ്രോട്ടീൻ്റെ റിസ്ക് അദ്ദേഹം തന്നെ എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ അനീഷ് ലക്ഷ്മണന്റെ കത്താണ്. ICICI, ഫെഡറൽ ബാങ്ക് എന്നീ 2 സ്റ്റോക്കുകളെ കുറിച്ച്, ഒപ്പം തന്നെ കാൻഫിൻ ഹോംസ് അദ്ദേഹത്തിന് അറിയണം ഉണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം ഒരു 40,000 രൂപ വെച്ച് പ്രതിമാസ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു SIP മാതൃകയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് അദ്ദേഹം ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ICICI ബാങ്ക് ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു ബാങ്ക് തന്നെയാണ്. ഇപ്പോഴും കറണ്ട് വാല്യൂ പോലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 350 ആണ് സ്റ്റോക്കിൽ. ഇമ്മീഡിയറ്റ് അഗൈൻ ഒരു കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണ്, 350 ലെവലിലേക്ക് മൂവ് ചെയ്യാം. ദെൻ 320, ഈ 2 ലെവൽ ICICI ബാങ്കിൽ വരികയാണെങ്കിൽ ഒരു 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 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത് അദ്ദേഹത്തിന് ലെവൽ പരിഗണിക്കാം. 390 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 390 ലെവലിലേക്ക് വരുമ്പോൾ ലോവർ ലെവൽ, ഈ ലാസ്റ്റ് മാർക്കറ്റിൻ്റെ ഒരു സെൽ ഓഫ് വന്നപ്പോൾ 332 ലെവൽ വരെ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം 376 വരെ ഫ്രൈഡേ മൂവ് ചെയ്തതിന് ശേഷം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് ICICI ബാങ്ക് മൂവ് ചെയ്തു. അഗൈൻ മാർക്കറ്റിലെ മൊമെൻറ്റം പോസിറ്റീവായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അഗൈൻ 390 ലെവലിലേക്ക് മൂവ് ചെയ്യും. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂവിൽ ഈ റൈഡിൽ ഇപ്പോൾ ആക്സിസ് ബാങ്കും ഇൻഡസിൻഡ് ബാങ്കും യെസ് ബാങ്കും ഒക്കെ തന്നെ വലിയൊരു റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ICICI ബാങ്ക് അതിൻ്റെ ഒരു റാലിയിൽ, ഈ ഒരു റാലിയിൽ, റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ഫെയർ വാല്യൂവിലാണ് ICICI ബാങ്ക് മൂവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ദെൻ ഫെഡറൽ ബാങ്ക് സെയിം സ്റ്റോറി തന്നെയാണ്. ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് പ്രതീക്ഷയ്ക്കത്ത് ഉയരാൻ സാധിച്ചില്ല, അതിൻ്റെ റിഫ്ലക്ഷനാണ്. അഗൈൻ 140 ലെവൽ ആൻഡ് 127 ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. കാരണം ആ ഒരു ലെവലിലേക്ക് 140 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദെൻ 140 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ 127 ലെവൽ വരെ വരാം. 130 to 127 ലെവൽ സെക്കൻഡ് ലെവൽ ഒരു ബൈങ് ലെവലായിട്ട് തന്നെ പരിഗണിക്കാം. ദെൻ 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കാൻഫിൻ ഹോംസ് ഓൾറെഡി മാർക്കറ്റ് വാച്ച് ജനുവരി ഈ വർഷത്തേക്കുള്ള സ്റ്റോക്ക് എന്നുള്ള രീതി റെക്കമെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് 20% റിട്ടേൺ നൽകിയൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. 570 and 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ കാൻഫിൻ ഹോംസ് വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. 800 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, കാൻഫിൻ ഹോംസ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. നല്ല സ്റ്റോക്ക് സെലക്ഷനാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. അതും സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പോൾ ഏറ്റവും പരിഗണിക്കാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ തന്നെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്റ്റോക്കും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ നാസർ കൊടശ്ശേരി, മലപ്പുറത്ത് നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ. ജെയിൻ ഇറിഗേഷൻ, L&T ഫിനാൻസ്, മിർസ ഇന്റർനാഷണൽ, വികാസ് ഗ്ലോബൽ, വണ്ടർല, പിൻകോൺ സ്പിരിറ്റ് എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ ജെയിൻ ഇറിഗേഷൻ നമുക്ക് വളരെ ഫെമിലിയറായ സ്റ്റോക്കാണ്. ഡെറ്റ് ഉണ്ട്, ലാസ്റ്റ് റിസൾട്ട് മോശമായിരുന്നു. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ലൈക്ക് ഇറിഗേഷൻ സിസ്റ്റം ആണ്, മെയിൻലി ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ, ഇതിലൊക്കെയാണ് ഇവരുടെ ഫോക്കസ്. വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്
ഈ ബജറ്റിൽ അഗ്രികൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഇറിഗേഷൻ സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരും ആ സമയത്ത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഒരു റൈഡ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. 60 and 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 85 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ L&T ഫൈനാൻസ് ആണ്. ലാസ്റ്റ് റിസൾട്ട് ബെറ്റർ ആയിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ മാർക്കറ്റ് ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഒരു ചെറിയ മൂവ് ഉണ്ടായി. ബാങ്കിങ് ലൈസൻസിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. പിന്നെ L&Tയുടെ ബാക്ക്ഗ്രൗണ്ട് തീർച്ചയായിട്ടും ലോങ് ടൈം സ്റ്റോറിയാണ്. നമുക്കറിയാം ഈ മാർക്കറ്റിൻ്റെ റൈഡിലൊന്നും L&T ഫൈനാൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അതുതന്നെയാണ് ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ വാല്യുവേഷൻ ഫെയർ ആണ്. എഗൈൻ 65 and 60 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 80 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മിർസ ഇന്റർനാഷണൽ ലെതർ പ്രോഡക്ട്സ്, ഫിനിഷ്ഡ് ലെതർ പ്രോഡക്ട്സ് എക്സ്പോർട്ടിങ്ങിലാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവർ റീസെൻ്റായിട്ട് ഷൂ മാനുഫാക്ചറിങ്ങിലേക്ക് പോകുന്നു. ആവറേജ് ഫണ്ടമെന്റൽസ് ആണ്. ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 75 and 55. 75 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിക്കാം. രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വികാസ് ഗ്ലോബലാണ്. മെയിൻലി ട്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെട്രോളിയം പ്രോഡക്റ്റ് കെമിക്കൽസിലാണ് ഇവരുടെ ഫോക്കസ്. ഫണ്ടമെന്റലി അത്ര സൗണ്ട് അല്ല. ബിലോ പാറാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു റിസ്ക് നിലനിൽക്കുന്നു. എന്നാലും മാർക്കറ്റിൽ റൈഡ് വരുമ്പോൾ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിലൊക്കെ റൈഡ് മാർക്കറ്റിൽ ആ മൊമെൻറ്റം പോസിറ്റീവായി നിൽക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 7 rupees ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട്. ദെൻ 11 rupees ഇതിൻ്റെ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. അടുത്തത് പിൻകോൺ സ്പിരിറ്റ് ആണ്. ബ്ലെൻഡിങ് ആൻഡ് ബോട്ടിലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെയിൻലി ആൽക്കഹോൾ പ്രോഡക്ട്സ് ലൈക്ക് റം, അതുപോലെ തന്നെ വിസ്കി, ഇതിലൊക്കെയാണ് അവരുടെ ഫോക്കസ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. 90 and 72 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 142 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സ്റ്റോക്ക് ഹൈ വോളട്ടിലിറ്റി ഉള്ള സ്റ്റോക്കാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്. അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ L&T ഫൈനാൻസ്, അതിൽ ജെയിൻ ഇറിഗേഷൻ, മിർസ ഇന്റർനാഷണൽ, വികാസ്, ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ, ഈ സ്റ്റോക്കൊക്കെ തന്നെ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കമ്പനിയാണ്. അതുകൊണ്ട് അടുത്തൊരു ചെറിയ കറക്ഷനോട് കൂടി തന്നെ ഈ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ സാം തോമസിൻ്റെ മെയിലാണ്. അദ്ദേഹം ജിൻഡാൽ സ്റ്റീൽ 2850 സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവറേജ് പ്രൈസ് 269 സിൻഡിക്കേറ്റ് ബാങ്ക് 7000 സ്റ്റോക്കാണ്. 5 തവണയായിട്ടാണ് അദ്ദേഹം വാങ്ങിയത്. 148 അദ്ദേഹത്തിൻ്റെ ആവറേജ്. പട്ടേൽ എഞ്ചിനീയറിംഗ് 2000 സ്റ്റോക്ക് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. 159 അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഏകദേശം 21 lakhs ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചില സ്റ്റോക്കുകൾ താഴോട്ട് പോയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം ഉപദേശം തരുന്നത്. ഇല്ല, വലിയ ഷാർപ്പായിട്ട് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ സെലക്ഷൻ. ഇപ്പോൾ ജിൻഡാൽ സ്റ്റീൽ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നൊരു കോൾ സ്കാമിൽ പെട്ട് അത് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്. എനിക്ക് തോന്നുന്നു അതിനൊരു പരിഹാരം എന്തായാലും വരും. അദ്ദേഹത്തിന്റെ ബൈയിങ് ലെവൽ 270 ലെവലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എഗൈൻ ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു സമയത്ത് നല്ല രീതിയിൽ മൂവ് ചെയ്തു. ഈവൻ ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പോലും 420 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്ത നല്ലൊരു കമ്പനിയായിരുന്നു. എന്നാൽ കോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്കാമിൽപ്പെട്ട സ്റ്റോക്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. എഗൈൻ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും 270 എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എഗൈൻ 140 and 128 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ ലെവൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് 120, 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ സിൻഡിക്കേറ്റ് ബാങ്കിനും ചെറിയ നെഗറ്റീവ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സ്റ്റോക്ക് ഇപ്പോഴും അത്ര ഷാർപ്പായിട്ട് മൂവ് ചെയ്യാത്തത്. വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 120, 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 142 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പട്ടേൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ കൺസ്ട്രക്ഷനിലൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇപ്പോഴത്തെ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 90 and 78 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 115 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ ജിൻഡാൽ സ്റ്റീൽ, സിൻഡിക്കേറ്റ് ബാങ്ക് എപ്പോഴും ഒരു 25 lakhs ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ സെക്ടർ IT, ഫാർമ, ഓട്ടോമൊബൈൽ, ബാങ്കിങ് അങ്ങനെ 4-5 സെക്ടർ സെലക്ട് ചെയ്തുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. 2-3 സ്റ്റോക്കിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ
അതിലൊരു വലിയ റിസ്ക് നിലനിൽക്കുന്നു. ഒരു സിംഗിൾ സ്റ്റോക്ക് ആണെങ്കിലും എത്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ആണെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ചില നെഗറ്റീവ്, ഇപ്പോൾ ജിൻഡാൽ സ്റ്റീൽ നമ്മൾ എടുക്കുക, നമുക്ക് വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിരുന്ന ഒരു സ്റ്റോക്കാണ്. എല്ലാ അനലിസ്റ്റുകളും 350 ടാർഗറ്റ് പറഞ്ഞിരുന്നു. റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഹൈ പോലും 350 ആണ്. ആ സമയത്താണ് ഒരു നെഗറ്റീവ് സ്റ്റോക്കിനെ ഹോണ്ട് ചെയ്തു. അതുപോലെ നമുക്ക് പല സ്റ്റോക്കുകൾ, റിലയൻസ് ഇൻഡസ്ട്രീസ് എടുത്താലും, ഇപ്പോൾ അതുപോലെ ഗെയിൽ, ഇങ്ങനെ അതുപോലെ ONGC, ഇതൊക്കെ തന്നെ ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല ഈ സ്റ്റോക്കൊന്നും. അതിൻ്റെ റീസൺ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഫോളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ 2, 3 അല്ലെങ്കിൽ 4, 5 സെക്ടർ സെലക്ട് ചെയ്ത് അതിൽ തന്നെ 1, 2 സ്റ്റോക്ക്. ഞാൻ എപ്പോഴും മാർക്കറ്റ് വാച്ചിൽ ഇൻവെസ്റ്റേഴ്സിനോട് ചെയ്യുന്ന ഒരു അഡ്വൈസാണ്. അതല്ലെങ്കിൽ നമുക്ക് വലിയൊരു ലോസ് വരും. കാരണം എല്ലാ സ്റ്റോക്കും എല്ലാ റൈഡിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിഫ്റ്റി ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സെൻസെക്സും നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചില സെക്ടർ വളരെ ഓയിൽ ആൻഡ് ഗ്യാസ് വളരെ മോശം പെർഫോമൻസ് ആണ്. അതിൽ ടെലികോം സെക്ടർ വളരെ മോശം പെർഫോമൻസ് ആണ്. ഈ റൈഡിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്ത സെക്ടർ എന്ന് പറയുന്നത് ഈ സെക്ടർ ആയിരിക്കാം. ചിലപ്പോൾ അടുത്ത പെർഫോം ചെയ്യാതെ പോകുന്ന സെക്ടർ ചിലപ്പം IT, ഫാർമിംഗ് സെക്ടർ ആയിരിക്കാം. അതുകൊണ്ട് നമ്മളുടെ പോർട്ട്ഫോളിയോ എപ്പോഴും 4, 5 സെക്ടറും അതിൽ തന്നെ 1, 2 സ്റ്റോക്ക് എന്നുള്ളൊരു, അതാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. ഒരിക്കലും ഒരു കാരണവശാലും 1, 2 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇത്രയും വലിയ 25 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഒരു സിംഗിൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതിയറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് അറിയിക്കേണ്ടത്. എഡ്യൂക്കേറ്റീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.